നിങ്ങൾക്ക് ഈ ഒരു ചെടി ഓർമ്മയുണ്ടോ? നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഈ ഒരു ചെടി ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒട്ടുമിക്കവരും ഗാർഡനിങ് ഒക്കെ ചെയ്തു തുടങ്ങിയതാണ്. അപ്പം ഞാനും ഈ ഒരു ഗാർഡനിങ് ഒക്കെ ആ ഒരു ടൈമിൽ ചെയ്തിരുന്നു. കൂടുതലും വാട്ടർ പ്ലാന്റും ഇതേപോലെയുള്ള ചെടികളൊക്കെ ആയിരുന്നു അന്ന് എൻ്റെ കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇത് ശ്രദ്ധിക്കാണ്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ചെടിയൊക്കെ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാൻ വീണ്ടും ഈ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാമെന്ന് കരുതി തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു തൈ കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി. പല സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും ഈ ഒരു തൈ എനിക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിക്കേണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ്. ഇതിങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ തന്നെ നന്നായിട്ട് മുളച്ച് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടുതലായിട്ട് മുളപ്പിക്കാം എന്ന് കരുതിയത്. കാരണം നമുക്ക് 2-3 തൈയാണ് നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അത് ആ ചട്ടിയിൽ ഇപ്പോഴും ഫുള്ളായിട്ടില്ല. അപ്പോൾ നമ്മളിതുപോലെ ചെടികൾ കുറച്ച് മാറ്റിയൊക്കെ നട്ട് കൂടുതൽ ചെടികളാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടായാലും ചട്ടികളിലേക്ക് മാറ്റാനൊക്കെ നമുക്ക് തൈകൾ കിട്ടും. അല്ലാതെ ഒരു ചെടി ഒരു ചട്ടിയിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നശിച്ചു പോവുകയോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലത്തു നിന്ന് തൈകൾ എടുക്കാനുണ്ടാവില്ല. അപ്പം ഞാൻ അതുകൊണ്ട് എല്ലാ ചെടികളും ഇങ്ങനെ മറ്റുള്ള ചട്ടികളിൽ മാറ്റി മാറ്റി തൈകൾ നട്ട് പിടിപ്പിക്കുന്നുണ്ട്. കാരണം എപ്പോഴെങ്കിലും നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു തൈ എടുക്കാൻ വേണം. പിന്നെ ഈ ഒരു മരത്തിൻ്റെ കിടക്ക് വെറുതെ ഇങ്ങനെ മണ്ണ് കിടക്കുന്നതിലും നല്ലതായിരിക്കും കുറച്ച് പച്ചപ്പൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.